ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കിളിക്കുള്ള കൂടുണ്ടാക്കുന്നതാണ്. നമ്മുടെ വീട്ടിലെ 2 കിളികൾ നിലവിൽ ഒരു കുറച്ച് മാസങ്ങളായി ചെറിയ കൂട്ടിലുള്ളത്. അപ്പോൾ അവർക്കുള്ള കൂടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആഫ്രിക്കൻ ലവേഴ്സിനിട്ട കൂട്ടിലായിരുന്നു ഇതുവരെ അവരുണ്ടായിരുന്നത്. അപ്പോൾ അന്നേരം എഗ്ഗൊക്കെ ചെയ്തിരുന്നു, കാരണം അത്യാവശ്യം പറക്കാൻ വലുപ്പമുള്ള കൂടായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ആഫ്രിക്കൻ ലവേഴ്സ് വന്ന ശേഷം നമ്മൾ ചെറിയ കൂട്ടിലിട്ട ശേഷം എഗ്ഗൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് പുതിയൊരു കൂടുണ്ടാക്കാം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കൂട് വലിയൊരു കൂടാണ്, അത്യാവശ്യം 4 അടി, അതായത് ഒരു കൂട് 4 അടി വീതി, 4 അടി നീളം, 4 അടി ഹൈറ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കിളികൾക്ക് അത്യാവശ്യം പുറന്ന് കളിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉള്ള ഒരു കൂടായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ ഈ കൂട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് വരും. നമ്മളിപ്പം സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളൊരു അനിയൻ തന്നെയാണ് പണിയെടുക്കുന്നത്. 2 ദിവസമാണ് പണി തീരാൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള കൂട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. പുറകിലും സൈഡൊക്കെ ഷീറ്റ് മറിച്ചിട്ട് ഫ്രണ്ടിൽ മാത്രം നെറ്റാക്കി, അപ്പോൾ തണുപ്പും കാര്യങ്ങളൊന്നും ഏൽക്കാതിരിക്കാനും പിന്നെ ഓവറായിട്ട് മറ്റുള്ള ഇഴജന്തുക്കളോ മറ്റൊന്നും കയറാതിരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ച് ആവുന്ന രീതിയിൽ നല്ല രീതിയിലാണ് കൂട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ബ്രീഡിങ് ബോക്സ് വെക്കാനായി നമ്മൾ ചെറിയൊരു സ്റ്റാൻഡും കൂടി അതിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അവസാനത്തെ കൂടിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക് എന്ന് പറയുന്നത്. കൂട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കൂടിന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്ര രൂപയാകും, ഇത്രയും വലിയൊരു കൂടടിക്കണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാകണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഈ കൂടുണ്ടാക്കാൻ വന്നത് ചെറിയൊരു എമൗണ്ട് വന്നിട്ടുള്ളൂ. സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് പണിക്കൂലിയും കിടക്കും ചെറിയൊരു എമൗണ്ട് വന്നിട്ടുള്ളൂ. അതിൽ കൂടുതലാണോ എന്നുള്ളത് നമുക്ക് കമൻറ്റിലൂടെ അറിയാം. ഇതാണ് നമ്മൾ അവസാന ഫിനിഷിംഗ് വർക്കാണ്. കുറച്ച് പെയിൻറ്റും കൂടി അടിക്കാനുള്ളത്, നമ്മൾ പെയിൻ്റ് അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കൂട്ടിൽ ഏത് കിളിയാണ് ഇടുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള പെറ്റ്സ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാനും കൂടുതൽ അറിവുകൾ നേടാനും ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ.